മലപ്പുറം പാങ്ങിൽ ഒരു വയസ്സുകാരൻ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹമൊക്കെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഈ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറാനിരിക്കുകയാണ്. ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകൂ. 2 ദിവസം മുൻപാണ് അക്യുപഞ്ചറിസ്റ്റ് ഹിറ അരീറയുടെ മകൻ മരിച്ചത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, എന്തായാലും ആ പരാതിക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നു. ഇനി ആന്തരികാവയവങ്ങളുടെ പരിശോധന അത് സംസ്ഥാനത്ത് പുറത്ത് നടത്തുന്നതാണ്, അതുകൊണ്ട് തന്നെ സമയമെടുക്കും. അതിനുശേഷമായിരിക്കും കൃത്യമായ കാരണങ്ങൾ വ്യക്തമാവുക. അന്വേഷണവും അതിനുശേഷം തന്നെയായിരിക്കും കാര്യക്ഷമമാവുക. തീർച്ചയായിട്ടും ജിൽസി, ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാലായിരിക്കും മരണകാരണം എന്താണെന്ന് വ്യക്തമാവുക. ഇന്നലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പിന്നീട് കബറടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കുഞ്ഞിന് മതിയായ ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നുള്ള പരാതിയും ആരോപണവും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുകയും അത് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അക്യുപഞ്ചറിസ്റ്റ് ഹിറ അരീറയുടെ 1 വയസ്സുള്ള മകനാണ് മരണപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കുഞ്ഞ് മരിച്ചിരുന്നത്. നേരത്തെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ കുഞ്ഞിന് മതിയായ ചികിത്സ നൽകിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അത്തരത്തിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചത് എന്നുള്ളതായിരുന്നു പരാതി ഉയർന്നിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നലത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് ഡോക്ടർമാർ പറയുന്നത് കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യതകൾ ഉണ്ട്, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. അതിൽ ഒരു വ്യക്തത ഇന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട അസുഖത്തെ തുടർന്നായിരിക്കാം കുഞ്ഞ് മരിച്ചതെന്നുള്ള ഒരു നിഗമനമാണുള്ളത്. പക്ഷേ അതിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലത്തെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു പ്രാഥമിക വിവരം ഇന്ന് കൈമാറും. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് നീങ്ങുക.